ഈ കാണുന്ന മലയൊന്ന് കണ്ടിട്ട് വന്നാലോ? ടാസ്ക്കാണ് മക്കളെ, വേറൊന്നുമല്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. പക്ഷേ എൻജോയ്മെൻ്റാണ്. കാണാൻ പോകുന്ന കാഴ്ചകൾ പറഞ്ഞുതരാം. ഡാം കാണാൻ പറ്റും, പവർ ഹൗസ് കാണാൻ പറ്റും, പെരിയാർ പുഴ കാണാൻ പറ്റും. ഏറ്റവും ഭംഗി അവിടുത്തെ പ്രകൃതിയാണ്. മൊത്തം കയറ്റം കേട്ടോ, അതുകൊണ്ടൊന്ന് ഇരുന്ന് പോയി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ അത് ഏകദേശം തീർന്നു. മലയുടെ പേര് പറഞ്ഞില്ലല്ലേ? മലയുടെ പേര് കുതിരകുത്തി എന്നാണ്. ചുറ്റും മരങ്ങളായതുകൊണ്ട് തണുപ്പിന് കുറവില്ല കേട്ടോ, ആവി എടുക്കുന്നില്ല, അതാണ് ഒരാശ്വാസം. പക്ഷെ പാറയിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ആവിയായിരിക്കും. ഇനിയാണ് മക്കളെ ടാസ്ക്. ഈ പാറയുടെ മുകൾഭാഗത്ത് എത്തണം. ഇതുവരെ കണ്ടല്ല കയറ്റം. പക്ഷേ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കെയാട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഇതുവഴിയാട്ടോ നമ്മൾ കയറി വന്നത്. വെയിൽ താരതമ്യേന കുറവാണ്. ആവശ്യത്തിലധികം മഴ കിട്ടുന്നതുകൊണ്ട് മരങ്ങളൊക്കെ പച്ചപ്പ് പുതച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ഉറവുകൾ കണ്ടു തുടങ്ങി കേട്ടോ. ശരിക്കും മഴ പെയ്ത് വരുന്നേ ഉള്ളൂ, മഴക്കാലമാകുന്നേ ഉള്ളൂ, എങ്കിലും പാറയിലൊക്കെ വെള്ളം ഉറവുകളായിട്ട് വന്നു തുടങ്ങി. ചുറ്റിലും മലകളും മരങ്ങളും കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ മലകളിലൊക്കെ വീടുകളുണ്ട്, അതേപോലെ റിസോർട്ടുകളുണ്ട്. ഈ കാണുന്ന റിസോർട്ടുകളാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള റിസോർട്ടുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ട്. കുതിരകുത്തിമല നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഇവിടെ നിന്നാട്ടോ നമ്മൾ യാത്ര തുടങ്ങിയത്. ഇവിടെയാണ് നമ്മുടെ വീട്. നെല്ലിമരം ആട്ടോ ഇത്. നെല്ലിമരം പലയിടത്തും ഞാൻ കണ്ടേ. പാമ്പ് പോലെ വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്നത് പെരിയാർ പുഴയാണേ. ചുറ്റിലും മലകളാണേ, അതിൽ നിറച്ചും മരങ്ങളും.
മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മേഘം ഇരുണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കേട്ടോ. 2 കാലാവസ്ഥയിലും അതിമനോഹരമായിരിക്കും. ഇതാട്ടോ തൊട്ടിയാർ ഡാം. ചെറിയ ഡാമാണ്. ഈ ഡാമിൽ നിന്നുള്ള വെള്ളം കരിമണൽ പവർ ഹൗസിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് കരിമണൽ പവർ ഹൗസിലോട്ട് ഈ ജലം എത്തിക്കുന്നത്. ഇതാട്ടോ പവർ ഹൗസ്. മഴക്കാലത്ത് നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു കേഴാടിൻ്റെ കാൽപ്പാടുകളാണെന്ന്. അപ്പോൾ കാറ്റിൻ്റെ തഴുകലും ഏറ്റുവാങ്ങി മടക്കയാത്രയാണ്. ഇനിയിപ്പോൾ മഴക്കാറൊക്കെ ആയി, ഇടിവെട്ടി തുടങ്ങി. അപ്പോൾ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ.